ഈ ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് പലപ്പോഴും പലരും ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും കൂട്ടി വെച്ചൊക്കെ ഒന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഒരു വാഹനം വാങ്ങിക്കുന്നതിലേക്ക് എത്തുന്നതിന് മുമ്പ് എല്ലാ സാധ്യതകളും നോക്കും അവർ. അതിപ്പം അതിനെപ്പറ്റിയുള്ള വ്ളോഗുകളായാലും എഴുതി വന്നിരിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം നോക്കും. അപ്പോൾ ഇത്രയും കാലം കണ്ടുവന്ന ഒരു മുഖമുള്ള മനുഷ്യൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചു ജനം നേരത്തെ തന്നെ എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാനൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വാഹനങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ ആൾക്കാർ എന്തായാലും അവസാനം ഒന്ന് ബൈജുവിൻ്റെ വ്ളോഗ് നോക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഉത്തരവാദിത്വം തരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വാങ്ങിച്ചാൽ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും വെച്ച് ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടോ കേട്ടോ ഞാൻ ഈ വണ്ടി വാങ്ങിച്ചു അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കും കുഴപ്പമൊന്നും ഇല്ലല്ലേ. കാരണം നമ്മളൊരു വാഹനത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് പറഞ്ഞു തരാൻ നീ ആരാ എന്നൊരു ചോദ്യം തിരിച്ചു വരും. അപ്പോൾ അവിടെയാണ് ഈ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഇത്രയും കാലം കണ്ടുവന്ന ഒരു മുഖത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അത് വളരെ പെട്ടെന്ന് കിട്ടിയില്ല. ഞാൻ 98 മാതൃഭൂമിയിൽ ഒരു ഓട്ടോമൊബൈൽ കോളം എഴുതി തുടങ്ങിയാണ്. ഇത്രയും വർഷമായല്ലോ. ഞാൻ ചെറുപ്പമാണെങ്കിലും വളരെ മുമ്പ് ഞാൻ എഴുതി തുടങ്ങിയതാണ്.